ശൈത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു തലാഖ് സംഭവിക്കുമ്പോഴാണ്. ആ തലാഖ് സംഭവിക്കുന്ന സമയം ഇബ്ലീസിന് വലിയ സന്തോഷം, അള്ളാഹുവിന്റെ അർശ് പോലും കുലുക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ പള്ളിക്കാരോട് പറഞ്ഞ തലാഖിന്റെ കാര്യത്തിൽ തലയിട്ടേക്കറിയുന്നത്. കാരണം എന്ത്, അത് അള്ളാഹിന്റെ അദാബിറങ്ങും, അള്ളാഹുവിന്റെ അദാബിറങ്ങുന്ന കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളപ്പോ ചോദിക്കും, ഉസ്താദ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? പെണ്ണുപിള്ള എന്ത് കാണിച്ചാലും ക്ഷമിച്ചും സഹിച്ചും ജീവിക്കണം അല്ലേ? ചിലരുടെ നോട്ടം കാണുമ്പോ, ചില പെണ്ണുങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോ ബന്ധുപിടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. എപ്പോഴും അള്ള പറഞ്ഞെന്തെന്നറിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എടാ നിന്റെ ഭാര്യ എത്ര കൊള്ളാത്തവളാണെങ്കിലും എത്ര മോശക്കാരിയാണെങ്കിലും പറ്റുമെങ്കിൽ നീ അവൾക്കൊരു അവസരം കൊടുക്കുക, അവളുടെ കൂടെ ജീവിക്കുക. നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറഞ്ഞത്, എടാ ഭാര്യയുടെ പീഡനം, അവളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും എല്ലാം നീ അങ്ങ് ക്ഷമിക്കുക. നിനക്ക് എന്തിനും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രതിഫലം അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതുപോലെ തന്നെ പെണ്ണിനോടും പറഞ്ഞു, ഭർത്താവ് അല്ലാഹുവേ 2-3 മക്കളായി പോയി, കുടിയന, അടിക്കും ബഹളമാണ്, സമാധാനമില്ല, എന്ത് ചെയ്യാനാ ഉസ്താദേ? ക്ഷമിക്കും പെങ്ങളെ, അല്ലാഹു നിനക്ക് ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു തആല, ഫിർഔൻ ആരാന്നറിയാലോ, അവന്റെ ഭാര്യയായിരുന്നു ആസിയ ബീവി. ആ ആസിയ ബീവി കേൾക്കുന്നെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.